എയർപോർട്ടിൽ പോയി വിമാനത്തിന്റെ അടുത്ത് നിന്നാൽ മാത്രമേ വിമാനത്തിന്റെ വലിപ്പം അറിയാൻ സാധിക്കൂ. അയ്യോ, ഞാനിത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞു ആത്മീയത എങ്ങനെയാണെന്ന് നിർവചിക്കാൻ പറ്റുമോ? നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. എന്താ ആത്മീയത എന്താണ്? എന്താണ് ആത്മീയത? അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുകഴിഞ്ഞു. ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത്. അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല. ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എന്ത് മണ്ടത്തരോടോ തനി വിളിച്ചു കൂവിയത്? അല്ല, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത്? അതാണ് ചോദിക്കുന്നത്. നീ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് പഞ്ചസാരേനെ ഇത് നിർവചിക്കാം. അതൊരു പറ്റും. ആ പഞ്ചസാരേനെ പറ്റും. നക്കുമ്പോ അതിലൊരു മധുരം മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് നിർവചിക്കാം. ഇല്ല, നിർവചിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭവമാണ്. അതാണോ ആത്മീയത? അതാണോ ആത്മീയത? വെറുതെ കിടന്ന് ഉരുളാദാശനെ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത? ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. പൊട്ടന്ന് ലോക പൊട്ടനാണ്.